വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്റ്റേക്കേഷന് വന്നേക്കാണ്. അപ്പോൾ മാക്സിമം ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. ഞങ്ങൾ വലിയൊരു ഗ്യാങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാനുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ഫാമിലി ഉണ്ട്, എൻ്റെ സിസ്റ്റേഴ്സ് ഫാമിലി, അങ്ങനെ വലിയൊരു ഗ്യാങ്ങാണ്. ഞങ്ങൾ കുറേ കാലം കൂടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഫൈനലി അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു 1 നൈറ്റ് സ്റ്റേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വലിയൊരു ഹോം സ്റ്റേ ആണ് വിത്ത് പൂൾ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിയെ വരുന്നുണ്ടാവും. നമുക്ക് പോയാലോ? ഞങ്ങളുടെ മുത്തശ്ശൻ്റെ 90ാം പിറന്നാൾ ഈ വർഷം ഒന്ന് സ്പെഷ്യലായിട്ട് ആഘോഷിച്ചാലോ എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. എങ്കിൽ പിന്നെ അത് സ്റ്റേക്കേഷൻ തന്നെ ആയിക്കോട്ടെ അല്ലേ. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ആതിരപ്പള്ളിയിലുള്ളൊരു ഹോം സ്റ്റേയിലാണ്. മുത്തശ്ശന് അധികം യാത്രയൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാവുന്നൊരു സ്ഥലമാണ് ചൂസ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ ഒട്ടും റിഗ്രറ്റ് ചെയ്തില്ല കേട്ടോ. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടേക്കൊന്ന് കണ്ടാലോ. അതിരപ്പള്ളിയിലുള്ള ഓൺ ദ റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം സ്റ്റേയിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഈ ഒരു ഹോം സ്റ്റേ കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് വരുന്ന വഴി കുറച്ച് ചലഞ്ചിങ് ആണ്. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു വീട് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നി. ഞങ്ങൾ ഡൗൺ സ്റ്റെയറിൽ 1 റൂമും അപ്പ് സ്റ്റെയർസിൽ 3 റൂംസുമാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പ് സ്റ്റെയർസ് കംപ്ലീറ്റ് ഞങ്ങൾക്കായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടിരുന്ന് സംസാരിക്കാനും ഒക്കെ. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയിട്ടോ അവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ. അപ്പോൾ ദേ അവിടെ ഒരു വലിയ ഊഞ്ഞാല കണ്ടപ്പോൾ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ ഗുസ്തി പിടിച്ചു. പിന്നെ നമ്മുടെ പൂള് കണ്ടപ്പോഴേ ഞങ്ങളുടെ കൺട്രോൾ പോയി. പക്ഷേ ഞങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്ത് ചായ കുടിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചായയും സ്നാക്സും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, സ്നാക്സ് കഴിച്ചു. പക്ഷെ അതൊന്നും വീഡിയോയിൽ പെടുത്താൻ പറ്റിയില്ല. വെരി സോറി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പതുക്കെ പൂളിലേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ എന്നെ ശശിയാക്കി ഗായ്സ്, ശശിയാക്കി. നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളിപ്പോൾ സ്വിമ്മിംഗ് പൂളുള്ള ഹോം സ്റ്റേ എടുക്കാനുള്ള മെയിൻ കാരണം ഇതാണ്. നമ്മുടെ ഭയങ്കര ഫണ്ണായിരിക്കുമല്ലോ. അപ്പോൾ ഒരു അടിച്ചുപൊളി ഒരു ഈവനിങ് ആണ്. എന്താ പറയാ, ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കും. അടിപൊളി എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ സൂപ്പർ. അടിപൊളിയല്ലേ? അടിപൊളി.
ഒന്നും കൂടെ അടിപൊളി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ പൂളിലുണ്ടായിരുന്നത്. കാരണം ഞങ്ങളാരും ഇത്രയ്ക്കൊന്നും പൂളിൽ ഇറങ്ങി എൻജോയ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഞങ്ങൾ ആരും ഇതുപോലെ എൻജോയ് ചെയ്തിട്ടില്ല. സോ ഞങ്ങൾക്ക് നല്ലൊരു അതിൻ്റെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ഹാപ്പിനെസ് എല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. സോ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതുപോലെ കുട്ടികളാണെങ്കിലും 3 കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നി. ഹാപ്പി അല്ലേ? അങ്ങനെ ഞങ്ങളെല്ലാവരും പൂളിലൊക്കെ തകർത്ത് അടിച്ച് പൊളിച്ച് ടയേർഡായിട്ട് ഡിന്നറും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ പുറത്തെ വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഞാൻ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അതൊരു ചടങ്ങ് തന്നെയാണല്ലോ എവിടെ പോയാലും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ചൊരു ക്വാളിറ്റി ഫാമിലി ടൈം ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോഴേക്കും നമുക്ക് ഡിന്നറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഡിന്നറൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് പിള്ളേരെയൊക്കെ ഉറക്കി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, വിശേഷങ്ങൾ പറഞ്ഞു. കിടന്നപ്പോഴേക്കും ഒരു നേരമായി. രാവിലെ കുളിച്ച് ഫ്രഷായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മുടെ പ്രോപ്പർട്ടിയുടെ തന്നെ ഓൺ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ദ റെയിൻലാൻഡ് എന്നാണ് പേര്. തൊട്ടടുത്ത് തന്നെയാണ്. സോ അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് ഹോം സ്റ്റേയിൽ പോയി പാക്ക് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ആതിരപ്പള്ളി ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ ഒരു ഡ്രൈവ് പോയിട്ടോ. പക്ഷേ ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അത്യാവശ്യം ടയേർഡായിരുന്നു. കാരണം ക്ലൈമറ്റ് എല്ലാം ഭയങ്കര ചൂടായിരുന്നു. അതുപോലെ തന്നെ വിചാരിച്ച പോലെ നമുക്ക് അത്ര പെട്ടെന്ന് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. സോ മുത്തശ്ശനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടയേർഡായി.
എങ്കിൽ പോലും വെർത്ത് ദ വിസിറ്റ് ആയിരുന്നു. എന്തായാലും ഈ ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ബാല്യവും കൗമാരവും ഒക്കെ പോയിട്ട് ഇന്നലെ എന്താ നടന്നതെന്ന് കൂടി ചോദിച്ചാൽ ഓർമ്മയില്ലാതെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അങ്ങനെ ഈ തിരക്ക് പിടിച്ച നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ഫാമിലിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ഒരു ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്താൽ ഈ ഒരു ബോണ്ടിങ് നമുക്ക് എന്നും നിലനിർത്താൻ പറ്റും. അതേപോലെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും ഈ ഒരു ബോണ്ടിങ്ങിൻ്റെ വാല്യൂ മനസ്സിലാവും. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ മുത്തശ്ശിയെ തന്നെയാണ്. മുത്തശ്ശി ഇപ്പം ഭയങ്കര സന്തോഷിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഈ ഒരു ഒത്തുകൂടലിൽ.